പറ്റിയെങ്കിൽ വന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്താൽ മതി. നമ്മുടെ മോനേട്ടനും ഇവരൊക്കെയാണ് ഇവിടെ ക്ലീനിങ്. വേണ്ട പൊതുസ്ഥലം നല്ല വൃത്തിയാക്കുന്ന ഏതെങ്കിലും നല്ല ഓട്ടോ ഡ്രൈവർമാർ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവർ രണ്ടാളാണ്, മുസ്തഫ ആൻഡ് മോഹനൻ. പരിസരം വൃത്തിയാക്കുന്ന രണ്ട് ഡ്രൈവർ തൊഴിലാളികളാണ്. വേണ്ട മുസ്തഫ ആൻഡ് മോഹനേട്ടൻ. പരിസരം വൃത്തികേടാക്കുന്ന ഏക വ്യക്തി. ലോട്ടറി ടിക്കറ്റ് എടുക്കുക, ചീന്തി കളയുക. പരിസര മലിനീകരണത്തിന് കേസ് എടുക്കണം എൻ്റെ പേരിൽ. ലോട്ടറി അടിച്ചാൽ നിങ്ങളെ സഹായിക്കണില്ലടാ. മോഹനേട്ടന് ബീഫും പൊറാട്ടയും, ആ തടിയാണ് ഈ കാണുന്നത്. ലോട്ടറി അടിച്ചാൽ ഞാൻ ബീഫും പൊറാട്ടയും മേടിച്ചു കൊടുക്കും. മുസ്തഫക്ക് പിന്നെ മുസ്തഫാനെ ഇവിടെ കാണാൻ കിട്ടില്ല. അവങ്ങനെ ഓരോ പരിസ്ഥിതി നന്നാക്കി പോയിക്കൊണ്ടിരിക്കണു. എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ അവൻ ഇവിടെ ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡ് നല്ല വൃത്തിയായിരിക്കും. പാമ്പുണ്ടോ നോക്കോ? മാന്തി വല്ല പാമ്പിനെ അടിക്കാൻ മതി. അപ്പൊ വീഡിയോ ആരാണ് എടുക്കുക? നിങ്ങളൊക്കെ ഞങ്ങളെ വലിയ സ്ഥലത്ത് കയറ്റി വെക്കും. ടയറിന്റെ അടവ്. അങ്ങനെ മോനേട്ടന് ടയറിന്റെ അടവുകാർ വന്നു. അപ്പോൾ മോനേട്ടൻ ടയറിന്റെ അടവിന്റെ പൈസ കൊടുത്തുകൊണ്ടിരിക്കണു. മോനേട്ടൻ്റെ അടുത്താണെങ്കിൽ കാശൊന്നുമില്ല, ഓട്ടവും ഇല്ല, കാശും ഇല്ല പറഞ്ഞ പോലെ. ഇനി എത്ര അടവുണ്ട് മോനേട്ടാ? അടവ് കഴിഞ്ഞോ? അടിയും പൊളി കണ്ടോ? എല്ലാരും ടയർ മേടിച്ചു. എനിക്കും മേടിക്കണം 2 ടയർ. അതെ, ആകെ ഓട്ടോക്ക് 3 കിലോ ഉള്ളു. പിന്നെ 5-6 മേടിച്ചിട്ട് എന്താ കാര്യം? കോമഡി അറിയരുത്. നിങ്ങൾ വന്ന കോമഡി അടിച്ചുകൊണ്ടിരിക്കുവോ? അല്ല 5-6 മേടിക്കാൻ. അല്ല, ഞാൻ 5-6 ടയർ മേടിക്കുന്നത്. ആകെ ഓട്ടോക്ക് 3 ടയറേ ഉള്ളൂ. നിങ്ങൾ എത്ര അടവ് വരുന്നേ? 200 രൂപ. 500 പിന്നെ 250 ആഴ്ചയിൽ. വേഗം കഴിയില്ലേ? എല്ലാവരും 500 കൊടുക്കണം. എല്ലാ ആഴ്ചയിലും 500 കൊടുക്കണം. ആരാ കൊടുക്കണേ? 500? നിങ്ങളുടെ മകനാ? അവനല്ല, സിദ്ധിക്കായി കൊടുക്കാൻ വേണ്ടിട്ട് നമ്മള് കളിച്ചാലേ നമ്മള് പരപ്പുറത്ത് കയറും. നിങ്ങള് റെഡി കാശിന് വാങ്ങണേ. നിങ്ങള് കാശുകാരാ. നമ്മള് പറഞ്ഞ ഇതാണ്ടോ ഇങ്ങനൊക്കെ വൃത്തിയാക്കല്ലോ. നിങ്ങൾ വൃത്തിയാക്കണ്ടോ? ഇവിടെ ഇങ്ങനെ മേലൊക്കെ നോക്കി നിൽക്കാണ്ട് എന്തെങ്കിലും ചൂലെടുത്ത് ഇവിടെ അടിച്ചവരുണ്ടോ? അതുകൊണ്ട് മറന്നാ കണ്ടോ? ആ മുറ്റം നോക്കും, ഓട്ടോ സ്റ്റാൻഡിന്റെ പരിസരം നോക്കുക, കണ്ടോ? നല്ല വൃത്തിയാ. അതെ, സോറി സിദ്ദിഖ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. അയാളുടെ അല്ലേ പറഞ്ഞു, ഈ സൈഡിലേക്ക് ആളുടെ പറഞ്ഞു. അവൻ പറഞ്ഞു ഞാൻ ഇവിടെ വൃത്തിയേടാക്കുക, ഞാൻ ലോട്ടറി ചീന്തിട്ടിട്ട് വൃത്തിയേടാക്കുക. ഞാൻ പറഞ്ഞു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൊറാട്ടി മീൻ കൊടുക്കില്ലേ? എന്തത്? ആ ബാഹുബലി. കാല് ചവിട്ടാൻ നിങ്ങൾക്ക് വേറൊരു സാധനം തരാം. ചവിട്ടാൻ ഞാൻ വേറെ ആളിനെ കൊടുന്നേരാ. അണ്ണനൊന്നും കണ്ടില്ലല്ലോ. ഇനി ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ വന്നിരിക്കാണ്ട്, ചായ കുടിക്കലും ബീഡി വലിക്കലും തുപ്പലും. അല്ല ലോട്ടറി മെയിൻ ഇങ്ങനെ നോക്കും. ഇപ്പൊ വാച്ചട്ടിയാ, അപ്പൊ വലിച്ചെറിയില്ല. വീട്ടില് ചായപ്പൊടി കൊണ്ടാണ് നിങ്ങളാണ്. വെള്ളടിക്ക ഇവിടെ ഇരുന്നിട്ടോ? ഇവിടെ നമ്മുടെ ഇവിടെ ഇരുന്നിട്ട് വെള്ളടിച്ചോ? അതാരാപ്പാ? രാത്രിയോ? എവിടെ? ആര മണ്ണിന്റെ അടിയിലോട്ട് വെച്ചേക്കണ്? മോനേട്ടന് കിട്ടിട്ടോ? സ്കെയില് കളഞ്ഞു പോയതാ. നിധി വല്ലതും കിട്ടുണ്ടോ നോക്കും എന്റെ മോനേട്ടാ. സ്കെയില് കിട്ടിയിട്ട് കാര്യമില്ല. ആര് വെള്ളടിക്കണം പറഞ്ഞ പോലെ നമ്മള് കണ്ടു കഴിഞ്ഞാൽ മണ്ട കൊട്ടിപ്പൊട്ടി. അതെ, അല്ലെ നമ്മളുണ്ടെങ്കിൽ ആരും വെള്ളടിക്കാൻ സമ്മതിക്കില്ല.
രാത്രിയാണോ? ആൾക്കാരൊക്കെ ഉണ്ട്. ആടാ അവിടെ കൂട്ടിയിട്ട് കത്തിക്കാൻ പറ്റില്ല അല്ലേ മമ്മൂട്ടിക്കാരൻ്റെ വിറകുള്ള കാരണം? ആടാ അന്നൊരു സാധനം കൊടുന്നാണ് ഇവിടെ. അല്ല അന്ന് ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചതാണേ. ആഗസ്റ്റ് 15 അതിന് മുന്നേ നമുക്കൊന്നും ഇവിടെ ഈ ചവലല്ലേ ഇങ്ങനെ മാന്തണം സാധനം, അത് പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചതാ. അത് ആരോ അണ്ടിപ്പോയി അടിച്ചു മാറ്റി കൊണ്ടുപോയി. പണ്ടൊക്കെ ഞങ്ങളിവിടെ നൂറാംകുഴി കളിക്കുമ്പോൾ ഭയങ്കര ക്ലിയർ ആയിരുന്നു അല്ലേ മോനേട്ടാ? അന്ന് വെള്ളം ഇവിടെ അടിച്ചാറില്ലായിരുന്നു. ഡെയിലി അടിച്ചു തരും. 2 നേരം 3 നേരമൊക്കെ അടിക്കൂ. നൂറാംകുഴി അതെ. അവിടെ കൂടി ആ ബോസിന്റെ അപ്പുറത്ത് അവിടെ അടിച്ചിട്ട് മേടിച്ചിട്ട് നല്ല വൃത്തിയായിട്ടോ സംഭവം അല്ലേ മോനേട്ടാ? വീഡിയോ ഒക്കെ ഓടുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടാളെ ഫേമസ് ആക്കും. ഞങ്ങൾ എല്ലാ സ്റ്റാൻഡ് അടിച്ചോരം വിളിപ്പിക്കും. അവരങ്ങനെങ്കിലും ചെയ്യണ്ടല്ലോ അല്ലേ? അവരങ്ങനെങ്കിലും ചെയ്യണ്ടല്ലോ, വൃത്തിയാക്കണ്ടല്ലോ. പണ്ട് ആഗസ്റ്റ് 15 നമ്മൾ മൊത്തം വൃത്തിയാക്കിയായിരുന്നു. അവിടുന്ന് മുതൽ ഇതുവരെ കംപ്ലീറ്റ് വൃത്തിയാക്കി. അപ്പൊ ആരും ചൂടില്ലാണ്ടായി. ആഗസ്റ്റ് 15 എന്നാന്നോ? ആഗസ്റ്റ് 15 15-ാം തീയതി. ആഗസ്റ്റ് 15-ാം തീയതി 14 കഴിഞ്ഞിട്ട് 15 അല്ലേ? ആഗസ്റ്റ് 15-ാം തീയതി എത്രാം തീയതിയാന്ന്? ഇങ്ങളെ വെടിവെച്ച് വല്ലുണ്ട്, ബോട്ട് വല്ലുണ്ട്. മൂപ്പര് ചോദിച്ചാന്ന് അറിയോ? ആഗസ്റ്റ് 15 എത്രാം തീയതിന്നല്ല ചോദിച്ച്, എന്താഴ്ചയാണെന്നാണ് മൂപ്പര് ഉദ്ദേശിച്ച്. പക്ഷെ ഡേറ്റ് ആയി പോയി എന്നുള്ളൂ. കല്യാണം ഉണ്ടോ? മീറ്റർ ടെസ്റ്റ് ഒന്നും നമുക്ക് കൊടുക്കണ്ട. അതൊക്കെ കുറേ നിയമങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ പറയണം ഇവരുടെ അടുത്ത്. ഈ തേങ്ങയുടെ മൂട് ആവശ്യമില്ലാത്ത മീറ്റർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ അവിടെ ഓട്ടല്ല അല്ലേ? ഇതിങ്ങനെ സർക്കാരിന് അവിടെ മീറ്റർ ടെസ്റ്റിന് എത്ര? ഇപ്പം ഈ കമ്പി കെട്ടാൻ എത്രയാണ്? ടാഗ് കെട്ടാൻ എത്ര? മീറ്ററിൻ്റെ ഈ ടാഗ് കെട്ടാൻ ഇവിടെ ഒരു കമ്പി കെട്ടല്ലോ സീലടിക്കാൻ, അത് 50. തെറ്റിക്കഴിഞ്ഞാൽ 2000 ഫൈന്.